നമുക്കിപ്പം അഷർ പെരുമുക്കുണ്ട്, MSFന്റെ ട്രഷറർ. ഈ സമരം KSUവിനോടൊപ്പം തന്നെ തുടക്കം മുതൽ തന്നെ MSFും ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അഷർ പെരുമുക്ക്, ഇപ്പോൾ സർക്കാർ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. സർക്കാരിന് മുന്നിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത്? സർക്കാർ ഒരുപക്ഷെ താൽക്കാലിക ബാച്ച് നൽകി ഈ വർഷത്തെ പ്രശ്നം പരിഹരിക്കും, അൽഗോരിതം അടക്കമുള്ള പ്രശ്നങ്ങൾ വരും വർഷങ്ങളിലും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുമോ? തീർച്ചയായും MSF നിരന്തരമായി സമരമുഖത്തുണ്ട്. പ്രതിപക്ഷ മറ്റു സംഘടനകൾ കൃത്യമായി സമരമുഖത്തുണ്ട്. സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർ ടിവിയെ ഒന്നും കൂടി അഭിനന്ദിക്കാൻ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. മലബാറിലെ മുഴുവൻ കണക്കുകൾ, ഓരോ കണക്കുകൾ പുറത്തു വരുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിടുന്ന കണക്കുകൾക്ക് അതല്ല ശരി, ഇതാണ് ശരി എന്ന് കൃത്യമായി പറയാൻ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾ തയ്യാറെന്ന് അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി 2 ദിവസം മുമ്പ് ഒരു കണക്ക് പുറത്തുവിട്ടു, 7000 കുറവുള്ള ഒരു കണക്ക്. അന്ന് തന്നെ MSF പറഞ്ഞു അത് ശരിയല്ല, അതിൽ 7000 കുറവുണ്ടെന്ന്. അന്ന് ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ പറയുന്നത് സമീപ ജില്ലയിൽ നിന്നുള്ള അപേക്ഷയുടെ എണ്ണത്തിന്റെ കുറവാണ്, ആ എണ്ണമാണ് നമ്മൾ കുറച്ചത് എന്ന് പറഞ്ഞു. അത് വളരെ വിഡ്ഢിത്തപരമാണ്. അതായത് മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശമായ പാലക്കാട്, അതുപോലെ തൃശ്ശൂർ, ഈ പൊന്നാനി പ്രദേശമായ MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ മറ്റു ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അതുപോലെ വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ, അത് ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം തൃശ്ശൂർ ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലാണ് അതിന്റെ അഡ്രസ് ഉള്ളത്. അവിടെ സയൻസിന് നേരത്തെ റിയ പോലെയുള്ള കുട്ടികൾ അപേക്ഷ കൊടുത്ത് ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് വെയിറ്റേജ്, അതായത് സമീപമായ ജില്ലയിലെ വെയിറ്റേജ്, പഞ്ചായത്തിന്റെ വെയിറ്റേജ് ഏകജാലയത്തിൽ കൊടുക്കുന്നത് കിട്ടാതെ പോകുന്നു. അത് നേരത്തെ ഒരു രക്ഷിതാവ് പറഞ്ഞതിൽ അതിന്റെ അപാകതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ നിരന്തരമായി കള്ളം പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിരന്തരമായി കള്ളം പറയുന്നു. എന്തിനാണ് പറയുന്നു? ITI പോളിടെക്നിക്കൽ കോഴ്സുകൾക്ക് പഠിക്കാമല്ലോ. എങ്ങനെയാണ് ITI ഒരു ഹയർ സെക്കൻഡറിക്ക് ഓപ്ഷൻ വരിക? ഹയർ സെക്കൻഡറി തുല്യമാണോ? ITI പോളിടെക്നിക് ഹയർ സെക്കൻഡറി തുല്യമാണോ? പല രീതിയിൽ അവർ പ്രതിരോധിച്ചു. പല രീതിയിൽ പ്രതിരോധിച്ചു. ആദ്യം അവർ പറഞ്ഞു അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം പറഞ്ഞു. രണ്ടാമത് അവർ മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ചവരുടെ എണ്ണം കുറച്ചു. മൂന്നാമത് അവർ പോളിടെക്നിക് ITI സീറ്റുകൾ കൂട്ടി പറഞ്ഞു. എങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും 7478 എന്നതാണ് സർക്കാരിൻ്റെ കണക്ക്. ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന കണക്ക് 10,000-ഓളം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ എങ്ങനെ വന്നാലും 9,000-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടാവും. അത് അൺഎയ്ഡഡ് കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ 19,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന അവസ്ഥയുണ്ട്. മെറിറ്റ് സീറ്റിൽ 6,000 ബാക്കിയുണ്ട് എന്ന കണക്കെടുത്താൽ പോലും. അതായത് ഈ കണക്കുകൾ തുടക്കം മുതൽ തന്നെ സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ ഒന്നുകിൽ മറച്ചു വെക്കുകയോ അതുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടും ആ വിദ്യാർത്ഥികൾ പഠിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതൊരു കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തൊരു വളരെ ഗൗരവമായ കാര്യമുണ്ട്. ഓപ്പൺ സ്കൂളുകളിലെ ഈ സപ്ലിമെന്റ് അലോട്ട്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഓപ്പൺ സ്കൂളുകളുടെ അപേക്ഷ ക്ഷണിക്കുന്നു. എന്നിട്ട് ഈ കുട്ടികളോട് പറയുന്നു, ഭയപ്പെടുത്തുന്നു, അറിയാതെ ഭയപ്പെടുത്തുന്ന കുട്ടികളെ, ഇനി സീറ്റില്ല, നിങ്ങൾ ഓപ്പൺ സ്കൂളിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഓപ്പൺ സ്കൂളിലേക്ക് കഴിഞ്ഞ തവണ കുറെ കുട്ടികൾ പോകുന്നു, അഡ്മിഷൻ എടുക്കുന്നു. ഓപ്പൺ സ്കൂളിൽ ഡൊണേഷൻ മേടിക്കുന്നുണ്ട്, ഡൊണേഷൻ ഇല്ലാത്ത ഓപ്പൺ സ്കൂളുകളുണ്ട്. അങ്ങനെ അവർ അമിതമായ ഫീസ് നൽകി തുടർപഠനത്തിനായി പോകുന്നു. പിന്നീട് ബാച്ചുകൾ അനുവദിച്ചു, എയ്ഡഡിൽ സീറ്റുകൾ ഉണ്ട് എന്ന് പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം, കുട്ടികൾ പഠനം തുടങ്ങിയതിന് ശേഷം പിന്നെ എങ്ങനെയാണ് സർക്കാർ പറയുക ഇവിടെ സീറ്റ് ഒഴിയുന്നുണ്ട്? സപ്ലിമെന്ററി ഇപ്പൊ ചെയ്യാൻ പോകുന്നതും അത് തന്നെ. ഓപ്പൺ സ്കൂളിന്റെ അപേക്ഷ ഇന്നോ നാളെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. MSFന്റെ പ്രതിനിധി പറയുന്നത് പോലെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഇനി ഓപ്പൺ സ്കൂളിന്റെ അപേക്ഷ ക്ഷണിക്കാൻ വിളിക്കുന്നു. അപ്പോൾ ആശങ്കയിൽപ്പെട്ട് നിൽക്കുന്ന ഈവൻ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിനി പോലും ഈ സ്കൂളുകളിൽ അപേക്ഷിക്കാൻ നിർബന്ധിതരാകും, അൺഎയ്ഡഡ് സ്കൂളുകളിൽ അപേക്ഷിക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ സർക്കാരിന്റെ കണക്കിൽ പ്രശ്നം പരിഹരിച്ചു, പക്ഷേ പ്രശ്നം അപ്പോഴും തുടരുകയാണ്. അല്ലേ ലൂഷ്യസ് സേവ്യർ? അല്ല, തീർച്ചയായിട്ടും ഇത് കണക്കുകൾ കൊണ്ട്, അതാണ് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞ കണക്കുകൾ കൊണ്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ഈ സമരം യാതൊരു രീതിയിലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിൽ +1 അപേക്ഷിച്ച അല്ലെങ്കിൽ +1 ആഗ്രഹിച്ച സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് എത്തുന്ന ഒരു ഘട്ടം വരെ, അതേ പൂർണ്ണമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതല്ലാതെ കേവലം കണക്കുകൾ കൊണ്ട്, ഇതിൻ്റെ തുടക്കഘട്ടം മുതൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ട്. മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്ന കണക്കും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പറയുന്ന കണക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്കും ഇതെല്ലാം തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ സർക്കാരിന് ഒന്നില്ല എങ്കിൽ ഇവർ കണക്കുകൾ അറിഞ്ഞിട്ട് അത് അറിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല, ഒരു ശ്രമം ഉണ്ടാക്കാൻ ഒരു ഇത് കാണിക്കുന്നു. അപ്പോൾ ഞങ്ങളിതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, കണക്കുകൾ നിരത്തിക്കൊണ്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാനാണ് മന്ത്രി തയ്യാറാകുന്നതെങ്കിൽ സമരം യാതൊരു വിധേനയും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ചുരുങ്ങിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുക, റയെ പോലുള്ള മിടുക്കികൾക്ക് തൊട്ടടുത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതല്ലേ ആവശ്യം KSUവിന്?
അല്ല, അടിയന്തരമായിട്ട് ഇപ്പോൾ ഈ വർഷം ഇന്നലത്തോടുകൂടി +1 ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴും കുറേയേറെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു. അടിയന്തരമായിട്ട് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുക ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായി ഈ വിഷയം അടുത്ത അക്കാദമിക് ഇയറിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള മുഹമ്മദ് സിനാനെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു ദിവസം പോലും ക്ലാസ് നഷ്ടപ്പെടരുത്. റയ, നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന ദിവസം പോലും ക്ലാസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. ഇപ്പോൾ എത്ര ദൂരം വരെ റയ പോയി പഠിക്കാൻ തയ്യാറാണ് റയ സമീർ? ഒരു 10 കിലോമീറ്ററിലപ്പുറം ഞാൻ എവിടെ പോവാനാ? 10-12 കിലോമീറ്ററിൽ കൂടുതൽ എവിടെയും കിട്ടിയാൽ ഞാൻ പോകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് ചേരേണ്ടി വരും. അതാണോ റയ സമീർ ഇപ്പോൾ ആലോചിക്കുന്നത്? അൺഎയ്ഡഡ് സ്കൂളിൽ സീറ്റുകളില്ല. അൺഎയ്ഡഡിലും സീറ്റില്ലേ? അങ്ങനെയല്ല, സീറ്റുണ്ട്. പക്ഷെ ഞങ്ങൾ സീറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല അവിടെ. സമീർ, ഇനി ഇപ്പോൾ മോളുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്താണ് തീരുമാനം വരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സർക്കാരിനോട് പറയുന്നത് താൽക്കാലികമായിട്ട് ബാച്ച് അനുവദിക്കുക എന്നതാണ്. ഇപ്പോൾ മോളെപ്പോലെ മിടുക്കിയായ ഒരു കുട്ടിയെ ഇങ്ങനെ സ്കൂളുകൾ ക്ലാസ് തുടങ്ങിയിട്ടും മോളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ക്ലാസ് മുറിക്ക് പുറത്ത് നിർത്തേണ്ടി വരുന്നു എന്നുള്ളത് ഈ സർക്കാരിന് എത്ര വിശദീകരിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും താൽക്കാലികമായൊരു ബാച്ച് അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ സമീർ, ആ പ്രശ്നപരിഹാരം നിങ്ങൾ സ്വീകരിക്കുമോ? അതായത് മോൾ പഠിക്കുന്ന പഞ്ചായത്തിലോ 10 കിലോമീറ്ററിനുള്ളിലോ ഏതെങ്കിലും സ്കൂളുകളിൽ താൽക്കാലികമായിട്ട് ബാച്ച് അനുവദിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ താൽക്കാലികമായി ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ സമീർ? താൽക്കാലികമായിട്ട് നമ്മൾക്ക് അത് സ്വീകരിച്ചല്ലേ മതിയാവുള്ളൂ. പക്ഷേ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിലവിലുള്ള അഡ്മിഷൻ സംവിധാനത്തിന്റെ പിഴവുകൾ തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. തെറ്റുകൾ ഗവൺമെന്റ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചെയ്ത തെറ്റെന്താണ്? 10,000 കണക്കിന് വിദ്യാർത്ഥികളെ പുറത്തിരുത്തിക്കൊണ്ട് ആ വിദ്യാർത്ഥികളെ മൊത്തം ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു പ്രവേശനോത്സവം നടത്തുക. എന്ത് വിദ്യാഭ്യാസ ചിന്താഗതിയാണ് ഈ വരുന്ന കുട്ടികൾക്ക്, ഈ പുറത്തിരിക്കുന്ന, ഈ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിനോട് തോന്നുന്ന ബഹുമാനം എത്രത്തോളം ഉണ്ടാവും? അവരെ ഇൻസൾട്ട് ചെയ്ത് തുടങ്ങുന്ന